ഈ ബ്രിങ് ഹെർ ബാക്ക് എന്ന് പറയുന്ന സിനിമ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേരളത്തിൽ റിലീസ് ആയിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഡിജിറ്റൽ റിലീസ് ഈ പടത്തിന്റെ നടന്നിരുന്നു. അതായത് നല്ല പക്ക ക്ലാരിറ്റി ഉള്ള പ്രിന്റ് നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ട് നേരത്തെ. പക്ഷെ നിങ്ങൾ ഈ സിനിമ കണ്ട ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും വന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിലുള്ളത്. അത് മാത്രമല്ല, ഈ വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും കിഡിലൻ പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നത്, അതായത് എനിക്ക് ഏറ്റവും കിഡിലൻ പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയിലാണ്. സാലി ഹോക്കിൻസിന്റെ ആ ലോറ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ ഡയമെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ്. അസാധ്യ റൈറ്റിംഗ് ആണ് ആ ക്യാരക്ടറിനുള്ള. ആ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ പടത്തിലെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ നെഗറ്റീവ് റോളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന്റെ സൈഡിൽ നിന്ന് ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സീൻസ്, ഒരു 1-2 മിനിറ്റ് മാത്രം സ്ക്രീനിൽ വരുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു സീൻസ്, ആ ഒരു സീക്വൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ റൈറ്റിംഗ് വരുന്നു, അത് അതിനേക്കാൾ ഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ പടത്തിന്റെ ഏറ്റവും വലുതും ഏറ്റവും അടിപൊളിയായിട്ടുള്ള പാർട്ടും ഈ പറയുന്ന ഈ ക്യാരക്ടർ റൈറ്റിങ്ങും പിന്നെ അതിന്റെ പെർഫോമൻസും ആണ്. ഇപ്പോൾ ഹൊറർ എന്നൊരു ജോണർ പഴയ പോലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളിലോട്ടൊന്നൊക്കെ മാറി. അതായത് ഒരു ഗോസ്റ്റ് ഉണ്ട്, ഇപ്പോൾ കോൺജറിങ് യൂണിവേഴ്സ് ആണ് അങ്ങനെയുള്ള പടങ്ങളിൽ വരുന്നത്. ഇത് ആ ഒരു കൈൻഡ് ഓഫ് ഹൊറർ അല്ല. ഈ വർഷം എന്നെ ഇംപ്രസ് ചെയ്ത പടങ്ങളെല്ലാം എന്താണെന്ന് അറിയില്ല, അതൊരു വടനായണി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ഹൊറർ ജോണറിൽ വന്നിരിക്കുന്ന സിനിമകളാണ്. അത് സിന്നേഴ്സ് ആണെങ്കിലും 28 ഇയേഴ്സ് ലേറ്റർ ആണെങ്കിലും ടുഗദർ ആണെങ്കിലും വെപ്പൻസ് ആണെങ്കിലും ഇപ്പോൾ ഈ ബ്രിങ് ഹെർ ബാക്ക് ആണെങ്കിലും ഈ ഒരു കൈൻഡ് ഓഫ് ഹൊറർ, ഇതിന് വേണ്ടിയിട്ടുള്ള മൂഡ് സെറ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലൊരു മഴ, ഈ മഴ പെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ആ മഴ പെയ്യുന്നതിന് തന്നെ എന്തൊരു ഭംഗിയാണ്. സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ കളർ ഗ്രേഡിങ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ടെക്നിക്കലി എല്ലാ സംഭവങ്ങളും കൊണ്ട് മൊത്തത്തിൽ നമ്മളൊരു ആ ഒരു വൈബിലേക്ക്, ആ ഒരു മൂഡിലേക്ക് എത്തിക്കുക, എന്നിട്ട് കഥ പറയുക എന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഈ സിനിമ തുടങ്ങുന്ന തന്നെ, ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലിങ്ങനെ വൺ ബൈ വൺ അങ്ങോട്ട് നടക്കുകയാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ വേറെ സമയമൊന്നും കിട്ടുന്നില്ല, നേരെ കഥയിലേക്ക് കിടക്കുന്നു. അതിനുശേഷം ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓരോ പ്ലോട്ടായിട്ട് വരുന്നു. ആകെ 4 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആൻഡി, പൈപ്പർ, ലോറ, ഒളിവർ, ഇങ്ങനെ ഒരു 4 ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ പടത്തിലുള്ളൂ. ഇതില് ലോറയുടെ മാത്രമല്ല, ആൻഡിയുടെ ക്യാരക്ടർ എഴുതിയിരിക്കുന്ന, ആൻഡിയുടെ പാസ്റ്റ്, ആൻഡിയുടെ ലൈഫിൽ അനുഭവിച്ചിരിക്കുന്ന ആ ഒരു ട്രോമ, ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ പൈപ്പറായിട്ടുള്ള ആൻഡിയുടെ ഒരു റിലേഷൻഷിപ്പ്, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പടത്തിലെ കോൺഫ്ലിക്റ്റ് വരുന്നത് തന്നെ ഇവർ തമ്മിൽ ഓരോ ക്യാരക്ടർ ഡൈനാമിക്സിൽ നിന്ന് തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് ക്യാരക്ടർ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കോൺഫ്ലിക്റ്റ് വരുന്നത്, പിന്നെ ഒളിവർ എന്ന് പറയുന്ന ആ ഒരു കുട്ടി, അയ്യോ എന്തൊരു പെർഫോമൻസ് ആണ് ഇതിനകത്ത്. നമ്മളിപ്പോ ലോറയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സാലി ഹോക്കിൻസിനെ മാത്രം പറഞ്ഞാൽ പോരാ, അല്ലാതെ ആന്റിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒളിവർ, അവരുടെയൊക്കെ പ്രായം വളരെ ചെറുതാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് ലെവൽ എടുത്ത് പറയേണ്ടതാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അവരുടെ. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം കണ്ട മികച്ച തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഒന്നാണ് ബ്രിങ് ഹെർ ബാക്ക് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ കാണാൻ ഒരുപാട് ആളുകളൊന്നും ഇല്ല, അങ്ങനെ ഒരു പാക്ഡ് ഹൗസിലൊന്നും അല്ല ഈ സിനിമ റൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ കൂടുതൽ, അത് ഓണം റിലീസുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്. ഈ സിനിമയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ്, ഈ സിനിമ ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ തിയേറ്ററിൽ തന്നെ കാണുക. ഒരു ഫ്ലാറ്റ് സ്ക്രീൻ പടമാണ്, ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെയാണ് ഇവിടെ പ്ലേ ആവുന്നത്. ഫുൾ സ്ക്രീനിൽ തന്നെ കാണാം. നല്ലൊരു തിയേറ്ററിക് എക്സ്പീരിയൻസ്.